അമ്മ അപ്പൊ നമ്മൾ ഇന്ന് എന്താ സ്പെഷ്യല്? ഇന്ന് നമ്മള് കടായി മഷ്റൂം ഇത് ഉണ്ടാക്കുന്നതിനുള്ള മസാല വറുത്ത് പൊടിക്കാൻ വേണ്ടി അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് വേണല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് മഷ്റൂം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കടായി മഷ്റൂം ഉണ്ടാക്കാൻ പോണല്ലേ അമ്മ. അപ്പോൾ കടായിന്റെ മസാലയ്ക്കുള്ള സാധനം പൊടിക്കാൻ വേണ്ടിട്ട് എടുത്തിരിക്കുക അല്ലേ അമ്മ? എന്തൊക്കെയാ സാധനങ്ങൾ കാണിക്കമ്മ? പെരുജീരകം, ജീരകം, മല്ലി, വറമുളക് അല്ലേ. അപ്പൊ നമ്മളൊന്ന് ചൂടാക്കി പൊടിക്കണല്ലേ അമ്മ? അപ്പോൾ അതാ ഉരുളി റെഡിയാണ് അടുപ്പിൽ. അമ്മ എന്നിട്ടോളി അമ്മ. ഒന്ന് വെറുതെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചാൽ മതി ഇല്ലമ്മ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്ത് പോയപ്പോൾ വെളിയിൽ പോയി കടായി മഷ്റൂം കഴിച്ചു ഇല്ലമ്മ. അപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അച്ഛമ്മ അതുണ്ടാക്കി തരുമോ ചോദിക്കാനല്ലേ. അപ്പോൾ ഇന്ന് കൂന് കുറച്ചായിട്ട് അന്വേഷിക്കണു. ഇന്ന് കിട്ടിയപ്പോൾ എന്നാൽ അമ്മ പറഞ്ഞു എന്നാൽ അതുണ്ടാക്കാന്ന് പറയണല്ലേ അമ്മ. അപ്പോൾ ഇന്ന് കടായി മഷ്റൂം ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ കടായി മസാലയാണ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. വറമുളക്, മല്ലി, ജീരകം, പെരുംജീരകം ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചാൽ മതിയില്ലമ്മ. ഇത് മതി ഒരു വിധം നമ്മൾ ഇതാ ചൂടായില്ലമ്മ. അപ്പൊ ഇനി ഒന്ന് ആറിയിട്ട് പൊടിച്ചെടുക്കാം അല്ലേ? അമ്മ ഇത് എടുത്ത് വെക്കണം. അമ്മ അപ്പൊ മസാലയൊക്കെ മാറ്റി വെച്ചല്ലോ. മസാല മാറ്റി വെച്ചു. അപ്പൊ നമ്മ ഇനി എന്താ ചെയ്യാൻ പോണ്? ഇതാ അമ്മ ഓയിൽ ഒഴിക്കണം ഉരുളിയിലല്ലേ. ഉരുളിയിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ഒഴിച്ച് സബോളയും കാപ്സിക്കും വലുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ക്യൂബ്സ് ആയിട്ട് വലിയ വലിയ കഷ്ണമാക്കി മുറിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ എണ്ണയിൽ ഒന്ന് വറക്കിയെടുക്കണം. വറക്കിയെടുക്കണം അല്ലേ? ഓ ശരി അമ്മ. അപ്പോൾ കടായിൻ്റെ നമ്മൾ ആദ്യം ക്യാപ്സിക്കും സബോളയിൽ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് വഴറ്റിയിട്ട് എടുത്ത് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. നമ്മൾ ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പച്ചപ്പുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ എണ്ണയിലൊന്ന് മൂപ്പിക്കുക, എന്നിട്ട് മാറ്റി വയ്ക്കുക അല്ലേ അമ്മ? ഇത് ആയി മാനെ സബോളയും കാപ്സിക്കും ഒക്കെ ഇതാ ആയില്ലേ? അപ്പം എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കണം അല്ലേ അമ്മ? അമ്മ ഇപ്പം ഇന്ന് നമ്മ എന്താ ചെയ്യാൻ പോണ്? ഇതാ അമ്മ ജീരകം, വലിയ ജീരകം, നമ്മുടെ നല്ല ജീരകം അല്ലേ, അത് പൊട്ടിക്കാൻ പോകണല്ലേ? ജീരകം പൊട്ടിച്ചു. അപ്പൊ സബോള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പൊടിയായി അരിഞ്ഞു വെച്ചത് അല്ലേ അമ്മ? സബോള ഇട്ട് കൊടുത്തു. സബോളയൊക്കെ ഒരുവിധം വാടി ഒരുവിധം സെറ്റായി. അപ്പം അമ്മ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുക്കും. ഓ ശരി അമ്മ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടു, പച്ചമുളകും കൂടി ചതച്ചിട്ടു, തക്കാളി പൊടിയായി അരിഞ്ഞ തക്കാളി ഇട്ടു അല്ലേ അമ്മ? ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ വാടട്ടല്ലേ അമ്മ? ഉള്ളിയും കാര്യങ്ങളൊക്കെ വാടിയില്ലമ്മ? പൊടികളൊക്കെ അമ്മ ഇടാൻ പോകുന്നില്ല. അപ്പൊ എന്തൊക്കെ പൊടിയമ്മ എടുത്തിരിക്കും കാണിക്കമ്മ? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, ചാറ്റ് മസാല, കസൂരി മെത്തി, കാശ്മീരി മുളക് പൊടി ഇല്ലമ്മ. പിന്നെ ആവശ്യത്തിന് ഉപ്പും. അമ്മയ്ക്ക് എല്ലാം കൂടി പറയുമ്പോൾ തപ്പല് വന്നിട്ടാണ്, വേറൊന്നും വിചാരിക്കണ്ട. എല്ലാം കൂടി എടുത്തു വെച്ചപ്പോൾ തപ്പല് വന്നു, അതുകൊണ്ടാണ്, വേറൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മസാലകൾ. ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, ചാറ്റ് മസാല, കസൂരി മേത്തി, ആവശ്യത്തിനുള്ള ഉപ്പ്.
അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ അമ്മ? മസാലയൊക്കെ ഇതാ നല്ലോണം ചോക്കനായി. അപ്പൊ അമ്മ അതിലേക്ക് ഇതാ കൂനിട്ട് കൊടുക്കും. കൂനല്ലേ അമ്മ? ഇട്ടോളി അമ്മ. അതിനിതാ എണ്ണയില് മീനൊക്കെ ഒരുവിധം നല്ലോണം എന്താ ചുരുണ്ടൂലമ്മ സെറ്റായി. അപ്പൊ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം അല്ലേ? അമ്മ കൂനൊക്കെ ഏകദേശം വെന്ത് പോണു അല്ലേ? ഇതാ ഒരുവിധം സെറ്റായി. അപ്പൊ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. ഓ, അണ്ടിപ്പരിപ്പ് അപ്പൊ ചേർക്കണല്ലേ അമ്മ? അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്തിയാലാണ് കറിക്കൊരു കട്ടിയൊക്കെ കിട്ടുള്ളൂ അമ്മ. കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. കൊഴുപ്പും നല്ല ടേസ്റ്റും കിട്ടും. അണ്ടിപ്പരിപ്പൊക്കെ തിളച്ച് കുറുകി വന്നൂലമ്മ. അപ്പൊ നമ്മള് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലല്ലേ? പാലൊക്കെ ഒഴിക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൂടുള്ളൂ. അപ്പം നമ്മൾ ഒരു പാക്കറ്റ് പാൽ ഒഴിക്കുന്നുണ്ട്. ഇനി പാലൊക്കെ ഒന്ന് തിളച്ച് സെറ്റായി പറ്റേ അമ്മ? അമ്മ ഗ്രേവിയൊക്കെ തിളച്ച് കുറുകി വന്നാ? കുറുകി വന്നു. ഇതാ അമ്മ എണ്ണയിൽ വറുത്ത് വെച്ച ക്യാപ്സിക്കും സബോളയും ഇട്ട് കൊടുക്കുന്നു അല്ലേ? ശരി അമ്മ, ഇട്ട് കൊടുത്തമ്മ. അപ്പോൾ ക്യാപ്സിക്കും ഓണിയനൊക്കെ ഇട്ട് കൊടുത്തു. മഷ്റൂമൊക്കെ വെന്ത് റെഡിയായി. ഗ്രേവിയൊക്കെ കുറുകി സെറ്റായില്ലമ്മ? റെഡിയായി. ഏകദേശം കറിന്റെ പരിപാടി കഴിഞ്ഞൂലമ്മ? നമ്മള് ഫസ്റ്റ് വറുത്ത് വെച്ച മസാല പൊടിച്ചത് അമ്മ ഇട്ട് കൊടുക്കും. കടായിന്റെ മസാല നമ്മൾ ആദ്യം ചൂടാക്കി പൊടിച്ചത് ഇതാ അല്പം ഇട്ട് കൊടുക്കണം അല്ലമ്മ? അതാണ് ശരിക്കും ഇതിന്റെ പ്രധാനപ്പെട്ട മസാല. കടായി മസാല ഇട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കും. അല്പം എരിവും പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് അല്പം പഞ്ചസാര ഇട്ട് കൊടുത്തു. ബട്ടറും മല്ലിയിലയും ഇട്ടിട്ടുണ്ട്. ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുത്തു അല്ലേ? നല്ല മണം വരുന്നമ്മ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടിപൊളിയായിരിക്കും എന്തായാലും. സംഭവം വീഡിയോ എടുത്ത് വന്നപ്പോൾ ഒത്തിരി വൈകി, ഇരുട്ടായി, ലൈറ്റ് ഇത്തിരി കുറഞ്ഞു. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ക്രീം ഇല്ലമ്മ? അപ്പോൾ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടി കഴിഞ്ഞൂല്ലമ്മ? അപ്പോൾ നമ്മൾ ക്രീമും ബട്ടറൊക്കെ ഇടുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഒന്നുകൂടി കൂടുക. നമ്മൾ കാണാൻ തന്നെ അടിപൊളിയായില്ലമ്മ. അപ്പോൾ നമ്മളിത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പൊറോട്ടയും ഇതും കൂടി കഴിക്കാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഏട്ടൻ അജയേട്ടൻ അവിടെ പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതും പൊറോട്ടയും കൂടി ഇനി കുട്ടികൾക്ക് കൊടുക്കാമല്ലമ്മ? അപ്പോൾ നമ്മുടെ അടിപൊളി ക്രീമി, നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ ക്രീമി ആയിട്ടുള്ള കടായി മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ഇത് അല്പം കുറച്ച് ഗ്രേവി ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇത്ര ഗ്രേവി ആക്കണമെന്നില്ല, കുറച്ച് കൂടി ടൈറ്റ് ആക്കാം. പക്ഷെ പൊറോട്ടയ്ക്ക് ആയതുകൊണ്ട് കുട്ടികൾക്ക് തികയാണ്ടാവേണ്ടാവുകൊണ്ട് കുറച്ച് ഗ്രേവി ആക്കിയതാണ്. അപ്പോൾ ഏകദേശം പരിപാടി കഴിഞ്ഞു അല്ലേമ്മ? അപ്പൊ കടായി മഷ്റൂം കറി അമ്മ വെച്ച പോലെ എല്ലാവരും വെച്ച് നോക്കുക. എന്നിട്ട് എന്താ വിവരം പറഞ്ഞാൽ അമ്മനെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും അമ്മ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാവും. എൻ്റെ അമ്മനെ അഭിപ്രായങ്ങളൊക്കെ അമ്മനെ അറിയിക്കാമല്ലമ്മ? അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ കാണാം അല്ലേ?